നമുക്ക് ഈ റമദാനിലൊരു ഉംറ ചെയ്താലും, അതായത് മക്കയിൽ പോകാതെ തന്നെ നമുക്ക് നമ്മളുടെ പള്ളിയിൽ വെച്ച് തന്നെ ഈ ഒരു കർമ്മം ചെയ്താലുണ്ട് നിങ്ങൾക്ക് സമ്പൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും കേൾക്കുക. കാരണം നമ്മൾ റമദാൻ ഒരുപാട് ഇങ്ങനെ ഉറങ്ങുന്നു, കഴിക്കുന്നു, അത്താഴം കഴിക്കുന്നു, നിസ്കരിക്കുന്നു, അതല്ലാതെ നമുക്ക് എക്സ്ട്രാ അല്ലാതെ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു അമല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ തീർച്ചയായും കാണാം. ഞാൻ എല്ലാ കൊല്ലം റമദാൻ വരുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കർമ്മം. ഇത് റമദാനിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും ഈ കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് ഹജ്ജും ഉംറയും സമ്പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത് പ്രതിഫലം കിട്ടുന്ന റസൂലുള്ള പറഞ്ഞ സ്വഹിയായ ഹദീസ്, അതിന്റെ ഹദീസ് നമ്പർ ഞാൻ സ്ക്രീൻഷോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് തിർമിദി ഹദീസ് ചെയ്ത സ്വഹിയായ റിപ്പോർട്ടാണ് ഇവർ കർമ്മം ചെയ്താൽ. അപ്പോൾ അത് എന്താണെന്നുള്ളത് അപ്പൊ റമദാനിൽ ഇത് ചെയ്താൽ നിങ്ങൾക്കറിയാം, റമദാനിൽ ഒരു ഉംറ എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം, കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞ് അത്ര മഹത്വമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹജ്ജ് ഉംറക്കെല്ലാം പോകാൻ ഇപ്പോൾ റമദാനിൽ ഭയങ്കര ചെലവും കൂടുതലാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് അവിടെ പോയെങ്കിൽ അത് വേറെ മഹത്വം. നമ്മളെ പള്ളിയിൽ തന്നെ കിട്ടുന്ന ഒരു കർമ്മം, അതായത് ഉബഹി ജമാഅത്ത് നിസ്കരിക്കും. എല്ലാവരും പോകുന്നുണ്ടല്ലോ. എന്തായാലും റമദാനിൽ പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് തൗഫീഖ് കിട്ടില്ല. റമദാനിൽ ജമാഅത്ത് ഉപേക്ഷിച്ച് കിടന്നുറങ്ങുന്നവരെ സംബന്ധിച്ചാൽ ഡ്യൂട്ടി ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്. ഈ ജമാഅത്ത് സ്വന്തം പള്ളിയിലേക്ക് പോവാതെ കിടന്നുറങ്ങുന്ന ആൾക്കാർ, അവർക്ക് ഒരിക്കലും ജമാഅത്തിന് പോകാൻ തൗഫീഖും കിട്ടിയില്ല. അവർ ജോലിക്കൊന്നിട്ട് അവർ കിടക്കുന്നില്ല. അവർ ജോലിയിൽ എപ്പോഴും അവർ ഈ ബിസിയും തീരില്ല, എപ്പോഴും ടെൻഷൻ തന്നെ ആയിരിക്കും. അള്ളാഹു ദുനിയാവിൽ തന്നെ അവർ ബിസിയാക്കി കളയും. കാരണം അവർ പ്രയോറിറ്റി കൊടുക്കുന്ന റമദാനിൽ പോലും അവന്റെ ഡ്യൂട്ടിക്കാണ്. എനിക്ക് ഉറങ്ങാതിരിക്കാൻ എനിക്ക് ഉറക്ക് കിട്ടുന്നില്ല. റമദാനിൽ പോലും അവന് ഉറക്ക് രചിക്കാത്ത മനുഷ്യനെ കുറിച്ച് ഞാൻ ഇതിൽ പറയും. അവർ വിട്ടേക്ക്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജമാഅത്ത് നിസ്കാരം എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ, അതായത് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് അത് ബാങ്ക് കൊടുത്തതിന് ശേഷം 1.5 മണിക്കൂർ അല്ല 1:20 1:15 ഒക്കെ കഴിയുമ്പോഴാണ് സൂര്യ ഉദിക്കുക. അപ്പൊ ജമാഅത്ത് നിസ്കരിച്ച ശേഷം നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണം. എന്നിട്ട് സൂര്യ ഉദിക്കുന്നത് വരെ അവിടെ ഇരിക്കുക. അതെന്ത് 1 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് സൂര്യ ഉദിച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കുക. ഉദിച്ചതിന് കഴിഞ്ഞതിന് ശേഷം 15 മിനിറ്റും കൂടി അവിടെ ഇരിക്കുക. വെറുതെ ഇരിക്കും, മൊബൈൽ നോക്കിയിരിക്കാനല്ല പറഞ്ഞു. ഖുർആൻ ദിക്ർ, അള്ളാഹിനെ ഓർത്ത് ദിക്ർ ചെല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇസ്ലാമികപരമായ കാര്യങ്ങൾ പഠിക്കുക, ഓതുക, അങ്ങനത്തെ കാര്യങ്ങൾ അള്ളാഹിനെ ഓർത്ത് അവിടെ ഇരുന്ന എത്ര 1 മണിക്കൂർ, അതായത് ജമാഅത്ത് നിസ്കരിച്ച് അതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് ഇഷ്റാഖിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ദുഹായി നിയ്യത്തും വെക്കാം. അപ്പൊ എന്തായി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്റാഖിന്റെ നിസ്കരിച്ചിട്ട് സലാം വീട്ടി പുറത്ത് ഇറങ്ങിയാലുണ്ടല്ലോ സമ്പൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത് അത്രയും മഹത്വമുള്ള ഒരു കർമ്മം ഈ റമദാനിൽ എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം. അതായത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ 4 ഞായറാഴ്ച നിങ്ങൾക്ക് ലീവുള്ള ദിവസം ഉറങ്ങില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. 4 ഞായറാഴ്ചയെങ്കിലും 4 ഉംറ ചെയ്ത പ്രതിഫലം നമ്മൾ കരസ്ഥമാക്കും. തീർച്ചയായും എല്ലാ ദിവസവും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു അറിവ് കിട്ടിയതിനു ശേഷം ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. റമദാനിൽ മാക്സിമം ചില സമയത്ത് ഉറങ്ങിയെങ്കിൽ അധികം ഞാനത് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ സ്വയം ചെയ്യാതെ നിങ്ങൾക്ക് പറഞ്ഞു തരില്ലല്ലോ. അത് റമദാനിൽ മാത്രം, ഞാൻ അല്ലാത്ത സമയത്ത് ലീവ് കിട്ടുന്ന ഉറങ്ങാൻ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ഇത് മാക്സിമം ഞാൻ ചെയ്യാൻ. ഇത് പക്ഷെ ഭയങ്കര റാഹത്താണ് അങ്ങനെ പുറത്തിറങ്ങിയ ഉംറ ചെയ്ത് അതേ ഒരു നമുക്ക് മനസ്സിന് അത്രയും കിട്ടുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് കുറച്ച് ഉറക്കം നമ്മൾ സഹിച്ചാലും ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യാൻ മറന്നു പോകരുത്. വലിയ മഹത്വമുണ്ട്. റമദാന് നമുക്ക് ഇനി കിട്ടുമെന്ന് പറയില്ല. റമദാനെ ഉപയോഗപ്പെടുത്താൻ അറിഞ്ഞവർ എത്ര ഭാഗ്യ ആൾക്കാരാണ്. എന്തെല്ലാം എത്ര ആൾക്കാർ ഒന്നും കിട്ടാതെ ഒരു പട്ടിണിയായിട്ട് മാത്രം റമദാനെ കളയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വാരിക്കൂട്ടി അവർ നിങ്ങൾ ഇപ്പൊ കാണില്ല, നാളെ വർഗത്തിൽ ഉന്നത പദവി, ഇവിടെ കാഫറ്റീരിയയിലായിരിക്കും പണി, സൂപ്പർ മാർക്കറ്റിലായിരിക്കും പണി. പക്ഷെ അവന് റമദാനിൽ അവൻ വാരിക്കൂട്ട ഇൽമുകൾ എത്ര ഹത്ത് ഓതിയിട്ടുണ്ടാകും, എത്ര തറാവി, എത്ര സുന്നത്ത് നിസ്കാരങ്ങൾ, എത്ര ദിക്ർ, ഇതുപോലെ ഈ പറഞ്ഞ കർമ്മങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇന്ന് ഇവിടെ കാഫറ്റീരിയയിലും ക്ലീനറായൊക്കെ ജോലി ചെയ്ത ആൾക്കാർ നാളെ ഇവിടത്തെ ഈ ദുനിയാവിൽ 15 ബിൽഡിങ്ങിന്റെ എല്ലാം മുതലാളിമാരൊക്കെ എവിടെ ആയിരിക്കും? ചിലപ്പോൾ നരകത്തിലായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹ് സ്വർഗത്തിൽ കിട്ടിയാൽ തന്നെ എവിടെയും ചെറിയ സ്ഥാനമായിരിക്കും. പക്ഷെ ഈ കർമ്മങ്ങൾ ചെയ്ത ആൾക്ക് വാരിക്കൂട്ടിയിട്ട് വെച്ച ആൾക്കാർ നാളെ അള്ളാഹു കൊടുക്കുന്ന പദവി, അവന് സ്വർഗത്തിൽ അവനെ കാണണമെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരും. ഇവിടുത്തെ ഷെയ്ഖിനെ പോലെ ആയിരിക്കും അവിടെ. അപ്പോൾ അതാണ് ഇസ്ലാമിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുമ്പോൾ. ഈ ദുനിയാവിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അത് ശാശ്വതമല്ല. പക്ഷേ നാളത്തേക്ക് വേണ്ടി ഈ എത്ര നിങ്ങൾ നോക്കുക, ആദ്യത്തും 2ാമത്തെ അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നവരും നിസ്കരിക്കാൻ വരുന്ന കൂടുതൽ പാവപ്പെട്ടവരല്ല. അവർ എത്ര അധ്വാനിച്ചു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ മുതലാളിമാർ ഇവിടെ നടക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് വാരിക്കൂട്ടിയ ആൾക്കാരില്ലേ, ഒരു നന്മയും ചെയ്യുന്നില്ല. ഈ സ്ട്രീറ്റിൽ പോവാ, കറാമ സ്ട്രീറ്റിൽ പോവാ,
പോവുക, ആഡ് എടുക്കാൻ പോവുക, പരസ്യം എടുക്കുക. റമദാനിൽ പോലും ഹത്തം ഓതാ, ഒരു ഹത്തം പോലും ഓതിയിട്ടുണ്ടാവില്ല, ഒരു കർമ്മവും ചെയ്തിട്ടുണ്ടാവില്ല. ഫർള് ജമാഅത്ത് പൈസ ഉണ്ടാക്കുക. ഈ റമദാനിൽ പൈസ ഉണ്ടാക്കണ്ടെന്നല്ല, എല്ലാ കർമ്മം വെച്ച് ഓടിയിട്ട് വാരിക്കൂട്ടി അവസാനം അതൊന്നും അനുഭവിക്കാതെ മരിച്ച് പരലോകത്തൊന്നും ഇല്ലാതെ പോകുന്ന ബുദ്ധിമാനില്ലാത്തവരായി നിങ്ങൾ മാറരുത്. സമ്പാദിക്കുക. ഏറ്റവും നല്ല മാസമാണ് റമദാന്. സ്വതക്ക കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, കൂടുതൽ ഹത്തങ്ങൾ, 10 ഹത്തം, 6 ഹത്തം, 5 എത്ര നിങ്ങൾക്ക് കഴിയുന്നു അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് റമദാനിൽ നമ്മൾ എന്താക്കുക, സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടാൻ, റഹിയാൻ എന്ന സ്വർഗത്തിലൂടെ പോകാൻ നമ്മൾ എന്താക്കുക, ഈ റമദാൻ ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ റസൂൽ പറഞ്ഞ ശാപം കിട്ടിയ ആൾക്കാർ, റസൂൽ ആമീൻ പറഞ്ഞില്ലേ, റമദാൻ കിട്ടിയിട്ടും ഒരാൾക്ക് അവൻ്റെ പാപം പൊപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, കിടന്നുറങ്ങിയവനാണെങ്കിൽ അവൻ ഒരിക്കലും നന്നാവില്ല. കാരണം റസൂൽ ആമീൻ പറഞ്ഞ അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ദുനിയാവിൻ്റെ മാത്രം പിറകെ പോയി പൈസ ഉണ്ടാക്കുന്നതിന് പകരം ആഖിറത്തിലേക്ക് സമ്പാദിക്കുക. ഇഷ്റാഖിന്റെ കറക്റ്റ് സമയം അറിയണമെങ്കിൽ എല്ലാ പള്ളിയിലും അവിടെ ഒരു ടൈമിങ്ങിന്റെ ബോർഡ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ സമയം ദുബായിലെ സമയമാണ്, ഫജ്ർ, അതായത് 5:30 ബാങ്ക് ആണെങ്കിൽ അതിന്റെ താഴെ ഇഷ്റാഖ് എന്നിട്ട്, ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ സൂര്യോദിക്കുന്ന സമയം. അതായത് ഇവിടെ 6:45 അത് ബാങ്ക് കൊടുത്തിട്ട് 1 മണിക്കൂറും 15 മിനിറ്റ് അല്ലേ, 15 മിനിറ്റാണ് ഇവിടെ കണക്കാക്കിയിട്ടുള്ളത്. അത് 20 മിനിറ്റ് 15 മിനിറ്റ് ആയാലും നമുക്ക് ഇങ്ങനത്തെ ബോർഡ് ഇല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കും. എന്നിട്ട് 15 മിനിറ്റ് അതിന് ആഡ് ചെയ്യണം. അതായത് 7 മണിക്കാണ് ഇഷ്റാഖിന്റെ സമയമാവുന്നത്. സൂര്യ ഉദിച്ച ഉടനെ നിസ്കരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനല്ല, ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ അവിടെ അടുത്ത കൂടി വെയിറ്റ് ചെയ്യും. സൂര്യ ഉദിച്ചിട്ട് 15 മിനിറ്റ് ആകുമ്പോൾ 7 മണിക്ക് ദുബായ് സമയം. ഇൻഷാ അല്ലാ 7 മണിക്ക് നിങ്ങൾ അവിടെ 7 മണി വരെ പള്ളിയിൽ ഇരുന്ന് പിന്നെന്താ 2 റക്അത്ത് ഇഷ്റാഖിന്റെ നിയത്ത് അല്ലെങ്കിൽ ദുഹ, ഏത് നിയത്ത് വെച്ചാൽ ഇഷ്റാഖ് അല്ലെങ്കിൽ ദുഹ 2 റക്അത്ത് നിസ്കരിക്കുന്നതെന്ന് നിസ്കരിച്ചിട്ട് ഇൻഷാ അല്ലാ സലാം വീട്ടി പുറത്തിറങ്ങിയാൽ ഈ ഒരു പ്രതിഫലം അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഈ ഒരു കർമ്മം ഇപ്പൊ റമദാനിൽ നമ്മൾ പഠിച്ചു, ഇനി ജീവിതകാലം മുഴുവനും മുറുകെ പിടിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ നാളും പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാൻ മുന്നോട്ട് വന്നാൽ ഇൻഷാ അല്ലാ എൻ്റെ അനുഭവം കൊണ്ട് പറയാം, അള്ളാഹു അത് ചെയ്യാനുള്ള തൗഫീഖ് നമ്മൾക്ക് നൽകുന്നതായിരിക്കും ഇൻഷാ അല്ലാ.